നമസ്കാരം. 20 വർഷമായി തുടരുന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ബിബിജി റാംജി എന്ന പുതിയ നിയമം നിലവിൽ വരുന്നതോടെ നിരവധി ആശങ്കകളാണ് ഉയർന്നു വരുന്നത്. അതിനെപ്പറ്റിയെല്ലാം വിശദമായി തന്നെ നോക്കാം. പാർലമെന്റിന്റെ ഇരുസഭകളും, അതായത് ലോക്സഭയും രാജ്യസഭയും ഒരു ബില്ല് പാസാക്കി അടുത്തതായി രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിക്കുന്നതോടെയാണല്ലോ അതൊരു നിയമമായി മാറുന്നത്. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടയിലും ഇരുസഭകളിലും പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരവും നേടിയെടുത്ത പുതിയ തൊഴിലുറപ്പ് ബില്ലിനെ പറ്റി പ്രതിപക്ഷവും വിദഗ്ധരുമെല്ലാം ഉന്നയിക്കുന്ന വിമർശനങ്ങളും ആശങ്കകളും ഒക്കെ നിരവധിയാണ്. വലിയൊരു ജനവിഭാഗത്തെ ഗുണകരമായ രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയെ ആണ് പുനഃക്രമീകരിക്കുന്നത്. അതിനാൽ തന്നെ ഏതൊരു സർക്കാരും പാലിക്കേണ്ടതായ ചില ജനാധിപത്യ മര്യാദകളുമുണ്ട്. കൂടിയാലോചനകൾ, വിദഗ്ധാഭിപ്രായം, പബ്ലിക് ഹിയറിംഗ് തുടങ്ങിയവ ഒഴിവാക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഇവിടെ പരിഗണിക്കപ്പെട്ടിട്ടുമില്ല. പുതിയ നിയമത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ പോലും സർക്കാർ തള്ളിക്കളയാണ് ഉണ്ടായതെന്ന് നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ്. ചിലർ കരുതുന്നത് പോലെ, അല്ലെങ്കിൽ നടപ്പിലാക്കാനായി ശ്രമിക്കുന്നത് പോലെ ഭരണം കൈയാളുന്നവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ. പ്രതിപക്ഷം അവരും ജനങ്ങളുടെ ആശങ്കകളെ അഡ്രസ്സ് ചെയ്യാനായി നിയോഗിക്കപ്പെട്ടവർ തന്നെയാണ്. എപ്പോഴാണോ അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണോ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഈ രാജ്യത്ത് നിലയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാതെയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിലൂടെ അവഗണിക്കപ്പെടുന്നത് നമ്മുടെ ജനങ്ങളുടെയൊക്കെ അവകാശങ്ങളെ കൂടിയാണ്. എല്ലാത്തിനെയും നിസ്സാരവൽക്കരിക്കൽ, അനാവശ്യമായ ധൃതി, ഇത്തരത്തിലെല്ലാം ഉള്ള ഒരു പതിവ് രീതികളെയാണ് ഇവിടെ സർക്കാർ ആവർത്തിക്കുന്നത്. ഇതോടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചുകൊണ്ടുവന്ന മികച്ച ഒരു പദ്ധതിയെ നിസ്സാര ഭാവത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. വൻകിട കോർപ്പറേറ്റുകളുടെ നീറുന്ന പ്രശ്നങ്ങളുടെ പരിഗണന കാട്ടുന്ന സർക്കാരാണ് രാജ്യത്തിന്റെ ദരിദ്ര ജനവിഭാഗത്തിന്റെ കാര്യത്തിൽ ഇത്തരത്തിലെല്ലാം അലംഭാവം പ്രകടിപ്പിക്കുന്നു. ഒരു പദ്ധതി ആർക്കു വേണ്ടിയാണോ ഡിസൈൻ ചെയ്തത്, ആരുടെ സാമൂഹിക പിന്നോക്കാവസ്ഥകളെയാണോ കുറച്ചെങ്കിലും അത് പരിഹരിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം അട്ടിമറിക്കും എന്ന ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും തീർച്ചയായും അതിനെ വിശദമായ ചർച്ചകളിലൂടെ തിരുത്തലുകളിലൂടെ മാത്രമാണ് പരിഹരിക്കപ്പെടുക. അതാണ് അതിന്റെ ശരിയായ ഒരു മാർഗം. ഗാന്ധിജിയുടെ പേരിനെ മാത്രമല്ല ആ പദ്ധതിയുടെ അന്തസ്സത്തെയും കൂടിയാണ് മാറ്റപ്പെടുന്നത്. ഒരേ സമയം ഗാന്ധിയും യഥാർത്ഥ ഉപഭോക്താക്കളും ഒരു പുത്തൻ നിയമനിർമ്മാണത്തിലൂടെ പുറത്താക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ആദ്യമായി തൊഴിലുറപ്പാക്കുന്ന ഒരു പദ്ധതി എന്നതായിരുന്നല്ലോ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്തസ്സത്ത തന്നെ. ആവശ്യമുള്ളവർക്കെല്ലാം തൊഴിലുറപ്പാക്കുന്നു എന്ന ഈ അവകാശമാണ് പുതിയ നിയമത്തിലൂടെ എടുത്തു മാറ്റപ്പെടാനായി പോകുന്നത്. ഇനിയും കേന്ദ്ര സർക്കാരാവും തൊഴിൽ ചെയ്യാനുള്ള അർഹത, മാനദണ്ഡങ്ങൾ എന്നിവയൊക്കെ നിർണ്ണയിക്കാനായി പോകുന്നതും. തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ജോലി അനുവദിക്കാനുള്ള ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലെ അധികാരമുണ്ടല്ലോ, അതെല്ലാം പുതിയ നിയമത്തോടെ ഇല്ലാതാക്കപ്പെടുന്നു. ഇനിയും കേന്ദ്ര സർക്കാരാവും തീരുമാനിക്കുക തൊഴിൽ തരണോ എന്നത്. അതും ബജറ്റ് ഉണ്ടെങ്കിൽ മാത്രം നൽകിയാലും മതി. ഒരു ഗ്രാമം അല്ലെങ്കിൽ അതിലെ തൊഴിൽ ആവശ്യമുള്ളവർ ജോലിക്കായി മുന്നോട്ട് വരുമ്പോൾ പഴയതുപോലെ തൊഴിൽ ഒരു നിയമപരമായ അവകാശമായി നിലനിൽക്കുന്നുമില്ല. അതായത് തൊഴിൽ ആവശ്യമുള്ളവർ നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് യോഗ്യരാണോ എന്ന കാര്യം സെൻട്രൽ ഗവൺമെന്റ് ആവും തീരുമാനിക്കുക എന്നതാണ് പുതിയ നിയമം പറയുന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെ തീരുമാനങ്ങൾക്ക് വലിയ സ്ഥാനമില്ലെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നുമുണ്ട്. തൊഴിലാളികളുടെയും ചിലവുകളുടെയും കണക്കുകൾ സൂക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ മാത്രമേ സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാനായി കഴിയുമുള്ളൂ. ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറാക്കുന്ന തൊഴിൽ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തിന് ശേഷം മാത്രമാണ് ഇനി നടപ്പാക്കാനാവുകയും ചെയ്യുക. ഗ്രാമപഞ്ചായത്തുകളുടെ നിലവിലെ പദ്ധതികൾ തീരുമാനിക്കുന്നതിലെ അധികാരം കേന്ദ്ര സർക്കാരിലേക്ക് അല്ലെങ്കിൽ പ്രതിനിധികളിലേക്ക് മാറ്റപ്പെടുന്നു എന്നതാണ് ഇനിയും സംഭവിക്കാനായി പോവുക. തൊഴിൽ ദിനങ്ങളെ 100-ൽ നിന്നും 125 ആക്കുന്നതിന്റെ ഗുണം എത്രത്തോളം ലഭ്യമാകും എന്നത് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാനായി സാധിക്കും. പഴയതുപോലെ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ തൊഴിൽ ഗ്യാരണ്ടി എന്നത് ഇനി സാധ്യമാകുമോ എന്ന കാര്യം നിശ്ചയമില്ല.
തീരുമാനത്തിന്റെ അധികാരം കേന്ദ്ര സർക്കാരിലാണ് കേന്ദ്രീകരിക്കുക. ഏത് പ്രദേശത്ത് ജോലി അനുവദിക്കണം, സംസ്ഥാനത്തിന് എത്ര ഫണ്ട് നൽകണം എന്നതിൽ ഇനിയും തീരുമാനം കേന്ദ്ര സർക്കാരിന് എടുക്കാവുന്ന തരത്തിലാണ് പുതിയ ബില്ലിലെ വ്യവസ്ഥകൾ. അതേസമയം തന്നെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതാണ് പുതിയ പദ്ധതി. മുൻ പദ്ധതിയിൽ വേതനത്തിന്റെ 100% കേന്ദ്രം നൽകിയിരുന്നുവെങ്കിൽ പുതിയ ബിൽ പ്രകാരം 60% മാത്രമാണ് കേന്ദ്ര വിഹിതം. ബാക്കി 40% സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടതായും വരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ വേതനത്തിന്റെ 90% കേന്ദ്രം നൽകും. പുതിയ ബില്ലില് സെക്ഷൻ 4(5) പറയുന്നത് ഇങ്ങനെയാണ്: കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന വസ്തുതാനിഷ്ഠമായ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ഓരോ സാമ്പത്തിക വർഷത്തേക്കും സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള മാനദണ്ഡ വിഹിതം കേന്ദ്ര സർക്കാർ നിർണ്ണയിക്കുമെന്ന്. കേന്ദ്രം അനുവദിക്കുന്ന ഫണ്ടിനേക്കാൾ കൂടുതൽ തുക സംസ്ഥാനം ചിലവഴിച്ചാൽ എന്താണ് സംഭവിക്കുക? കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ച് ആ ചെലവ് സംസ്ഥാനം വഹിക്കേണ്ടതായി വരുമെന്നാണ് ബില്ലിൽ പറയുന്നത്. ഇത് കാരണം സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷെ ജനോപകാരപ്രദമായ ഒരു പദ്ധതിയാണെങ്കിൽ പോലും അത് വേണ്ടെന്ന് വെക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. കേരളത്തിന് പുതിയ നിയമപ്രകാരം അധിക ബാധ്യത 2000 കോടി രൂപയോളം വരുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ജന്യവ്യവസ്ഥ നിലനിൽക്കുന്ന പല ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും അവരെ പൂർണ്ണമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കിയ ഒരു പദ്ധതി കൂടിയായിരുന്നല്ലോ ഇത്. അതിലും മാറ്റം സംഭവിക്കാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. കാർഷിക സീസണിൽ 60 ദിവസത്തെ ഇടവേള ഇതിൽ പറയുന്നുണ്ട്. മറ്റൊരു തൊഴിൽ സാധ്യത ഉള്ളതിനാൽ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനം അവകാശപ്പെടാനുള്ള സാധ്യതയാണ് ഇതിലൂടെ ഇല്ലാതാകുന്നത്. പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ തൊഴിലാളികൾക്ക് തുച്ഛമായ വേതനം നൽകുന്ന രീതി നിലനിൽക്കുന്ന ഒരവസ്ഥയുമായി ഇതിനെ നമുക്ക് കൂട്ടി വായിക്കാനും സാധിക്കും. ബയോമെട്രിക് അറ്റൻഡൻസ്, ആധാർ അധിഷ്ഠിത വേതനം നൽകൽ എല്ലാം ഈ പദ്ധതിയുടെ സങ്കീർണ വശങ്ങളായി എടുത്തു കാട്ടപ്പെടുന്നുണ്ട്. നെറ്റ്വർക്ക് പരാജയം സംഭവിച്ചാൽ പലർക്കും വേതനം കിട്ടാത്ത അവസ്ഥയും ഇതിലൂടെ ഉണ്ടായേക്കാമെന്നും പറയുന്നു. eKYC വെരിഫിക്കേഷൻ നടക്കാതെ പോയതിന്റെ പേരിൽ ധാരാളം ഉപഭോക്താക്കൾ പുറത്തേക്ക് പോയ സാഹചര്യം ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുമുണ്ട്. 27 ലക്ഷം പേർ പദ്ധതിയിൽ നിന്നും ഒക്ടോബറിനും നവംബറിനും ഇടയിൽ പേരെ ഒഴിവാക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സാങ്കേതിക വിദ്യ തൊഴിൽ സാധ്യതകളെ ഇല്ലാതാക്കുന്ന രീതി, ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇത്തരത്തിലെല്ലാം വലിയ ആശങ്കകളും ആക്ഷേപങ്ങളുമാണ് പുതിയ പദ്ധതിയെ പറ്റി ഉയർന്നു വരുന്നത്. എന്നിട്ടും കാര്യമായ കൂടിയാലോചനകൾക്ക് സാവകാശം നൽകാതെയാണ് ഒരു ബില്ലിനെ നിയമമാക്കുന്നതിൽ സർക്കാർ ഇത്രയധികം തിടുക്കം കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ബില്ല് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുള്ളത്.